ഹലോ, മഴ പെയ്യുന്നുണ്ടെങ്കിലും സൂര്യൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വലിയ മാറ്റമൊന്നുമില്ല. സൺസ്ക്രീൻ എന്തായാലും പിടിച്ചു വെക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വന്നിട്ടുള്ള സൺ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്ക്രബ്ബ് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞി പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും ആ ഒരു പീസ് അവിടെ വേണം. എന്നിട്ട് അതിലോട്ട് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. ഇത് ടേബിൾ സ്പൂൺ അളവൊന്നുമില്ല, ഒരു ലേശം മതി, ഒരു കാൽ ഭാഗം. ഓക്കെ, ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആലോവേര ജെല്ലാണ്. അപ്പം നമുക്കത് കുറച്ചായിട്ട് സ്ക്വീസ് ചെയ്യാം. ഇപ്പോൾ എല്ലാം കൂടെ സ്ക്വീസ് ചെയ്ത് അടപ്പിൽ വന്നിരുന്നതിന് ഞാൻ അടപ്പ് പ്രോപ്പറായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പം ഞാനത് പ്രോപ്പറായി തുറന്നിട്ട് പിന്നെ സ്ക്വീസ് ചെയ്ത് ഇട്ടു കേട്ടോ. ഇപ്പോൾ എല്ലാം കൂടെ പോയതിൻ്റെ താഴത്തോട്ട്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള, ഒരുപാട് നിർത്തില്ല, കാരണം നമുക്ക് സ്ക്രബാണല്ലോ, അപ്പോൾ ഒരുപാട് ആവശ്യം വരുന്നില്ല, കുറച്ച് മതി. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടർ ഇത് ഈ പറഞ്ഞ പോലെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കുഞ്ഞിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതെന്ത് ചെയ്യാം, നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കുറേ സമയം എടുത്തൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു തിക്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. സോറി ഗൈസ്, എനിക്ക് നെറ്റ് വളരെ കുറവാണ്, അതുകൊണ്ട് മുടി കുറച്ച് പണി തരുന്നുണ്ട്. അപ്പം ഞാൻ അരിപ്പൊടിയുടെ എക്സ്ട്രാക്റ്റ് മാത്രമാണ് ഫേസ് ഫുള്ള് തേച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ആ പൊട്ടറ്റോയുടെ കട്ട് പീസ് എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ കൈവച്ച് ഞെരടിയിട്ട് ഫേസിൽ നല്ലപോലെ, അതായത് നമ്മുടെ സൺടാൻ ഏറ്റ പാർട്സിലൊക്കെ നല്ലപോലെ ഉരച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ഉണങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ ഒന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്യാവശ്യം ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിത് വാഷ് ഔട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാം, കൈവച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. സോ ഹിയർ വി ഗോ. നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതായി കാണുന്ന ഐസ് റോളറാണ്. അപ്പോൾ ഐസ് റോളർ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഐസ് ക്യൂബും യൂസ് ചെയ്യാം. ഐസ് റോളർ യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, അത്യാവശ്യം നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നല്ലൊരു ആശ്വാസം ഫീൽ ചെയ്യും. അതുപോലെ കണ്ണിനൊക്കെ നല്ല പഫ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കുറഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു ടവലോ ഒരു കോട്ടൻ്റെ തുണിയോ വെച്ചിട്ട് നല്ലപോലെ ഫേസ് എന്ത് ചെയ്യുക, ഒന്ന് ഒപ്പിക്കളയുക. അപ്പോൾ ഒറ്റ യൂസിൽ ഇത് റിസൾട്ട് തരുന്നതെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒറ്റ യൂസിൽ അത്യാവശ്യം മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്കിലും 2 to 3 days അടുപ്പിച്ച് യൂസ് ചെയ്യാൻ നല്ല ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.